ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതായത് കുടുംബം കലക്കി താത്ത എന്നാണ് എന്നെ പറയുന്നത്. ഞാൻ ഇത്ര ദിവസം മിണ്ടാതിരുന്നത് എനിക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടല്ല സാറേ. മരിക്കല്ലേ, ആർക്കും വേണ്ടി മരിക്കല്ലേ. ഖബറിൽ പോയി കിടക്കുന്നത് സുഖമുള്ള കാര്യമല്ല. പിന്നെ റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവന്മാരുടെ മെയിൻ പരിപാടി എന്താണെന്നറിയോ? ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരാളെ പറ്റിച്ച് മുഴുവനായിട്ട് അറിയാതെ എന്തെങ്കിലും കേട്ടു. മര്യാദയ്ക്ക് എൻ്റെ പേര് പോലും പലർക്കും അറിയില്ല, എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പോലും അറിയില്ല. എന്നിട്ടാണ് ഓരോന്ന് വായിൽ തോന്നുന്ന പോലെ വിളിച്ച് പറയുന്നത്. ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം, അവർ അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അതെ പോസിറ്റീവായിട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പറ്റൂല അല്ലേ? വ്യൂസ് കിട്ടൂല, പൈസ കിട്ടൂല, ഡോളർ കയറൂല, ചാനൽ സബ്സ്ക്രൈബേഴ്സ് കയറൂല, ലൈക്ക് കിട്ടൂല അല്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് ചെയ്യും, മാമാപ്പണി ചെയ്യുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ കുറച്ച് പെണ്ണുങ്ങളുണ്ട്. ഈ പറഞ്ഞ ഞാൻ അനുഭവിച്ചു, ഇനി നീ അനുഭവിച്ചിട്ട് അങ്ങോട്ട് ചത്താൽ മതി. കാരണം സ്ട്രെസ് സ്ത്രീകൾക്ക് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം അവളുടെ ക്ഷമ കൈവിട്ടു പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് അവൾ പോവും. പിന്നെ പറഞ്ഞ് മോങ്ങിയിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതെല്ലാം ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ അംഗീകരിക്കാൻ പഠിക്കുക. എന്തിനാണ് ഞാനൊരു പെണ്ണായതുകൊണ്ടും ഞാൻ എൻ്റെ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കൊണ്ടും എന്നെ അടിച്ചമർത്താൻ നോക്കുന്നത്? കുട്ടികളുടെ വിവാഹ ജീവിതത്തിനെ മുടക്കുന്ന താത്ത വ്ളോഗർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം. ചെയ്യ്, ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരും അതുമായിട്ട് ലിങ്ക് ചെയ്യണ്ട, ഓക്കെ? എന്നിട്ട് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കണ്ട, ഓക്കെ? നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ, നമ്മുടെ അല്ല നിങ്ങളുടെയൊക്കെ കഷ്ടപ്പെടുന്നവർ, ഇനി എൻ്റെ എന്ന് പറഞ്ഞാൽ എന്നെ തിന്നാൻ വരണ്ട. എന്നെ ഈ എല്ലാവരോട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മക്കൾ ആ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നീയൊക്കെ എവിടെ പോയി ഒളിക്കുമായിരുന്നു? ആ മോള് സമാധാനമായിട്ടുള്ളൊരു ഇതിലേക്ക് പോയി. 18 വയസ്സുള്ളൂ. 4 നല്ല വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാ ഇത്ര കൊള്ളുന്നത്? ഇവിടെ വീട്ടിലത്തെ പെണ്ണുകൾ ഓടിപ്പോകും. ഒരു സംഭവം കേൾപ്പിക്കാം. കാസർഗോഡ് മഞ്ചേശ്വരത്തിന് സമീപമുള്ള തുമിനാട് എന്ന ഉൾഗ്രാമം നടുങ്ങി വിറച്ച് നിൽക്കുകയാണ് ഈ രാത്രി. മറിയം ജുവൈല എന്ന 18-കാരിയെ സ്വന്തം അച്ഛൻ. നിങ്ങൾ ആരെങ്കിലും ഈ വക ന്യൂസുകൾ, അതായത് സ്വന്തം മകളെ അച്ഛൻ വെട്ടി കൊന്നു, ഏക മകള്, ഇങ്ങനെയുള്ള ന്യൂസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആർക്കെങ്കിലും നെട്ടലോ വിറയലോ ഒക്കെ ഉണ്ടാവാറുണ്ടോ? എനിക്കുണ്ടാവാറില്ല. കാരണം നമ്മളിതിപ്പോൾ നിരന്തരം 3 നേരം ഗുളിക കഴിക്കുക എന്ന് പറഞ്ഞ പോലെ ഒന്നിന് ഇടവിട്ട ഓരോ ദിവസങ്ങളിലും പുതിയതായിട്ട് ഭാര്യനെ വെട്ടി കൊലപ്പെടുത്തുന്നു, മക്കളെ വെട്ടി കൊലപ്പെടുത്തുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, അച്ഛൻ അമ്മയെ കൊല്ലുന്നു. ഈ വക കുറേ ടൈപ്പ് നമ്മൾ കാര്യങ്ങൾ കേട്ടിട്ട് ഉള്ളതുകൊണ്ട് ഇത് സ്വാഭാവികമാണ് അല്ലേ? ഏക മകളാണ്, വാപ്പാക്കും ഉമ്മാക്കും കൂടിയിട്ട്. മറിയം എന്നാണ് കുട്ടിയുടെ പേര്. 18 വയസ്സാണ്. സ്വന്തം ജന്മം നൽകിയ ബയോളജിക്കൽ ഫാദറിൽ നിന്നും കുത്തിയേറ്റിട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. ജന്മം കൊടുത്തതുകൊണ്ട് ഫാദർ ആവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ തന്നെ ഇട്ട് വയ്ക്കാം, ഓക്കെ? പിന്നെ ഇനി ഒരു കേസ് ഞാൻ പറയാം. ഈ 2 കേസും സ്ത്രീകളുടെ ജീവിതവും പുരുഷന്മാരും ഇത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ കേട്ടറിവും കണ്ടറിവും ഒക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. എത്രയോ കൊല്ലങ്ങളായിട്ട് ഒരു 16 വയസ്സ് തൊട്ട് ഒരു പെണ്ണിനെ ഒരു കാമുകൻ പ്രേമത്തിൻ്റെ പേരിൽ ലൈംഗികമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും അവസാനം ഈ പെണ്ണിനെ വിളിച്ചു വരുത്തി നമുക്ക് 2 പേർക്കും ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് മരിക്കാം എന്നൊരു തീരുമാനത്തിൻ്റെ പുറത്ത് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി. അതിനുശേഷം ആ ഡെഡ് ബോഡീനെ, ചേതനയറ്റ ആ ഒരു ശരീരത്തെ പോലും വിടാതെ 3 പ്രാവശ്യത്തോളം ലൈംഗികമായിട്ട് ഇയാൾ ആ കുട്ടീനെ പീഡിപ്പിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി 2 പേരുടെയും സമ്മതത്തോടു കൂടിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ അവസാനം അവൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തൊരു സംഭവമുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ചില സമയം തോന്നും ഈ ലേഡീസിന് ചില കാര്യങ്ങൾ നമുക്ക് ഉപദേശിക്കാം. ആരെങ്കിലും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ചതിയിൽ പെട്ട പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു നിമിഷം ആ ഒരു സൂയിസൈഡ് എന്നൊരു കാര്യത്തിൽ നിന്നും ചിന്ത മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ മുമ്പ് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സോഷ്യൽ മീഡിയ മൊത്തം അതൊരു കണ്ടന്റ് ആക്കി എടുത്ത് ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഞാൻ വീഡിയോ ചെയ്തില്ല. എത്രയോ ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്തു.
അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് തുടക്കത്തിൽ നല്ല സ്വീകാര്യത തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മാന്യമായിട്ടുള്ള രീതിയിലാണ് ഞാൻ അതിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ പറഞ്ഞിരുന്ന ഇത്രയും കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തിടുന്നത്. അന്ന് ഞാൻ അനുഭവിച്ച സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജീവിക്കേണ്ട ഒരു നല്ല കാര്യം പറഞ്ഞതിന് എന്നെ ഇത്രത്തോളം ഇങ്ങനെയൊക്കെ ആക്കിയല്ലോ എന്ന് വിചാരിച്ചു. കാരണം ഇപ്പോഴും ഈ ഇടക്ക് പോലും അങ്ങനെ ഒരു കമൻറ്റ് വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തിടുന്നത്. എൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്ന എല്ലാവർക്കും ഈ കാര്യം മനസ്സിലാവും. ഞാൻ പേരോ നാടോ വിവരോ ഒന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. വിവാഹ വാഗ്ദാനം നൽകി ഈ പയ്യൻ അവരുടെ വീട്ടിലേക്ക് പോവും, ഈ കുട്ടി അവരെ കൂടെ പുറത്തേക്ക് പോവും. അങ്ങനെ ആ കുട്ടി പ്രഗ്നൻറ്റും ആയിരുന്നു. അവസാനം ആ പയ്യന് നല്ല വേറൊരു ആലോചന വന്ന സമയത്ത് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ കുട്ടി സ്വാഭാവികമായിട്ടും തകർന്നു പോകും. അത്രയും വിശ്വസിച്ച ഒരാളിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ എൻ്റെ ലൈഫ് തന്നെ കൈവിട്ട് പോയി എന്ന് തോന്നിയ സമയത്താണ് ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ കുട്ടി സൂയിസൈഡ് ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എത്രയോ പേര് വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഉമ്മ ഉപ്പ എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ഈ ഒരു കാര്യം ഞാൻ അതൊരു സാധാരണവൽക്കരിക്കൊന്നല്ല, വലിയൊരു ആ കുട്ടിക്ക് ചതി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഈ അമൂല്യമായിട്ടുള്ള ഒരു ജീവിതം ആ ഉമ്മ വാപ്പ എത്ര കഷ്ടപ്പെട്ടാണ് ആ മക്കളെ വളർത്തിയിട്ടുണ്ടാവുക. അവരെ പോലും ഓർക്കാതെ ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ പോയല്ലോ. ഇതുപോലെ ഈ സമൂഹത്തിൽ ഇപ്പോഴും ഒരുപാട് പെൺകുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടോട്ടെ, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നാമത്തെ ഈ പറഞ്ഞ പോലെ ഒരു വിവാഹം എന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എഗ്രിമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാലേ വിവാഹം ആവുള്ളൂ. ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് ഇവർ നിങ്ങളെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. ഞാൻ പറഞ്ഞ ഒരു കാര്യം അതാണ്. മറ്റുള്ളവരെ വീട്ടിലേക്ക് കയറ്റുക അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ആരെങ്കിലും കൂടെ വിടുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതുകൊണ്ടാണല്ലോ ആ കുട്ടി അങ്ങനെ ജീവിതം നഷ്ടപ്പെട്ടതെന്നുള്ളത്. ഇനി സപ്പോസ് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ, പെൺകുട്ടികൾക്ക് സമ്മതത്തോടെ ആണെങ്കിലും അല്ലാതെ ആരെങ്കിലും റേപ്പ് ചെയ്യുക അതുപോലെയുള്ള എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും നിങ്ങൾ എപ്പോഴും പരിശുദ്ധയാണ്. നമ്മളെ ഒരു പേപ്പട്ടി പുറത്തേക്ക് നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് നമ്മളൊരു പെൺകുട്ടിയാണ് ഓക്കെ അല്ലെങ്കിൽ ആൺകുട്ടിയാണ് ഓക്കെ പോകുന്ന സമയത്ത് ഒരു പട്ടി നമ്മളെ വന്ന് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതം അവസാനിപ്പിക്കുമോ? ഇല്ല. ആ പട്ടിയുടെ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പം ആ വിഷം കളയാനും വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? വാക്സിൻ എടുക്കും, ഒരു ഇഞ്ചക്ഷൻ എടുക്കും. ഒന്നല്ല, എത്ര ഇഞ്ചക്ഷൻ എടുക്കണം എനിക്കറിയില്ല. അത്രയും ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ആ വിഷം പുറത്തേക്ക് പോയി കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു വിഷവുമില്ല, നിങ്ങൾ പ്യുവറാണ്. നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ച് വരണം എന്ന് പറഞ്ഞതിന് വേറൊരു രീതിയിൽ വളച്ച് ഒടിച്ച്, അതായത് ഇവർക്കൊക്കെ എന്താ വേണ്ടത്? ആ കുട്ടി മരിക്കണം, മരിച്ചാലേ ഞങ്ങൾക്ക് സഹതാപ തരംഗം ഉണ്ടാക്കുകയുള്ളൂ. നീ എങ്ങനെ ഒരു കുട്ടി മരിക്കണ്ടെന്ന് പറയും? നിനക്കതിനെന്താ അധികാരം? അതായത് ഒരു പെണ്ണ് ഇതുപോലെ അവളുടെ മാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മരിക്കണം, എങ്കിലാണ് അവൾ പരിശുദ്ധ എന്നറിയപ്പെടുകയുള്ളൂ എന്നാണ് ആ സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒട്ടുമിക്ക ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞതോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്ക്. എന്നിട്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. സ്വന്തം ഉമ്മാനും ഉപ്പാനെയും കരയിക്കാതെ അവർക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഒരുപാട് ക്രൂശിക്കപ്പെട്ടു. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്, ഈ സംഭവങ്ങളൊക്കെ തന്നെയും ഇത്രയും വലിയൊരു പ്രോബ്ലം ആക്കി മാറ്റിയത് ഈ പെൺകുട്ടിയുടെ, അതായത് ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരിയായിരുന്നു. സഹോദരിയും ഒരു മഞ്ഞപ്പത്രം എന്ന് പറയപ്പെടുന്ന പോലെയുള്ള ഒരു ചാനലും കൂടെ ചേർന്നിട്ട് അവരുടെ റീച്ചിനും വേണ്ടിയിട്ട് എന്നെ വലിച്ചിട്ടതായിരുന്നു. അതിൽ ഞാൻ കരുവായി എന്ന് വേണം പറയാൻ. ക്യാമറ ഓണാക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലും പിടിച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ക്യാമറ ഓഫാക്കി കഴിഞ്ഞാൽ ഭയങ്കര വേറെ ഫേസ് ആയിരിക്കും. ഇതൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. കാരണം ഞാൻ നേരിട്ട് കൊല്ലം പോയിട്ടുണ്ടായിരുന്നു. സോ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി മരണപ്പെട്ട് കേരളം മൊത്തം വാർത്തയായിട്ടുള്ള ആ ഒരു സമയത്ത് നമുക്ക് കാണുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമുള്ളൊക്കെ ഒരു സമയത്ത് ഇവർ ഒരു കൂട്ടായ്മ കാര്യങ്ങളൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ സ്നേഹനിധിയായിട്ടുള്ള ഈ ഒരു സഹോദരി അതിൽ തന്നെയുള്ള ഒരു പരപുരുഷനുമായിട്ട്, അന്യമതത്തിൽപ്പെട്ട ഒരു പുരുഷനുമായിട്ട് ദിവ്യപ്രണയം കാര്യങ്ങൾ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ പാലുടി മാറാത്ത കൊച്ചു കുട്ടിയുണ്ട്. ആ കുട്ടീനെയും വിട്ട് കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് രണ്ടുപേരും മുങ്ങി ഗൈസ്. ഇതേ സോഷ്യൽ മീഡിയയിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോസ് വന്നു. ആ വീഡിയോസിൻ്റെ അടിയിലൊക്കെ
സിലുവിനെയായിരുന്നു എല്ലാവർക്കും ഓർമ്മ വന്നിരുന്നത്. ഒരു കാര്യമില്ലാതെ എന്തിൻ്റെയോ പേരിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ എന്നെ ക്രൂശിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ നല്ല കാര്യം മാത്രമാണ്. പക്ഷെ ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ആ നല്ല കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, അതൊക്കെ മോശമായിരുന്നു എന്നുള്ളത്. അതിൻ്റെ ഇടയിലായിരുന്നു എന്നെ ഇങ്ങനെ വലിച്ചഴിച്ചതൊക്കെ. അപ്പം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല സത്യം. അതിൻ്റെ പുറകിൽ മറന്നു നീക്കാത്ത കുറേ വലിയ 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 സത്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. അതിന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ കുറേ കൊല്ലം കഴിഞ്ഞാലും പുറത്തേക്ക് വരാനുള്ളതാണെങ്കിൽ പുറത്തേക്ക് വരും. ആ സമയത്ത് അയ്യോ അന്ന് സിലു ശരിയായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത്, പിന്നെ എനിക്കിപ്പോൾ എടുത്തു പറയാനുള്ളത് മൂപ്പൻസ് വ്ലോഗ് അന്ന് എന്നെ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് മാന്യമായിട്ട് ആരെയും ഉപദ്രവിക്കാതെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളാണ് മൂപ്പൻ ട്ടോ. ഇനി ഈ ഒരു വിഷയത്തിൽ മറ്റൊരു കാര്യം, ഇപ്പം ഈ ഒരു പെൺകുട്ടീനെ ഇവൻ കൊന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴിക്കോടുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. കൊന്നു. എന്തിനാ കൊന്നത് എന്ന് വെച്ചാൽ ഇവൾ 2 മാസം മുമ്പ് തന്നെ എനിക്ക് നടന്ന ഈ ഒരു ക്രൂരത മറ്റ് പെൺകുട്ടികൾക്ക് നടക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഞാനിത് പുറം ലോകത്തിനെ അറിയിക്കും എന്ന് ഈ കുട്ടി പറഞ്ഞു. അപ്പം എന്ത് പറ്റി? ഈ പുരുഷൻ ചെയ്ത തെറ്റുകൾ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരപ്പെടും എന്ന് അവന് മനസ്സിലായി. അപ്പം തന്നെ അവൻ പ്ലാൻ ചെയ്തു ഇവളെ ഇനിയും മാക്സിമം യൂസ് ചെയ്യുക എന്നിട്ട് കൊല്ലുക എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സമൂഹത്തിന് മുമ്പിൽ തനിക്ക് സംഭവിച്ച വിപത്ത് അല്ലെങ്കിൽ അക്രമം പുറത്ത് പറഞ്ഞ എത്ര പെൺകുട്ടികളെ ഈ സമൂഹം അംഗീകരിക്കുന്നുണ്ടെന്നും മരിച്ച എത്ര പെൺകുട്ടികളെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു കണക്കെടുത്ത് നോക്കാം. ഓക്കെ, ഒരു നടിക്ക് വലിയൊരു അക്രമം സംഭവിച്ചു. അവർ മരണത്തിലേക്ക് പോവാതെ ജീവിക്കണം എന്ന് ഉറച്ച തീരുമാനത്തിലൂടെ തനിക്ക് നടന്ന അക്രമം പുറത്തു പറഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? അവളൊരു മോശപ്പെട്ട ആളായിട്ട് ഈ സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ടു. എല്ലാവരും അല്ല പറയുന്നത്, കുറച്ച് ആൾക്കാർ മാത്രം അവൾ പുറത്ത് പറയാൻ പാടില്ല, ഒരു പെണ്ണല്ലേ, പെണ്ണിന് ഇങ്ങനെ സംഭവിച്ചാൽ പുറത്ത് പറയാൻ പാടുണ്ടോ, ഒന്നും അറിയാതെ അങ്ങനെ മിണ്ടാതിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവൾ അതോടുകൂടെ മരിച്ചു പോകണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ സപ്പോർട്ട് എന്തിനാ കിട്ടുന്നത്? ആ പെണ്ണ് അക്രമം പുറത്ത് പറഞ്ഞു, അതിൻ്റെ പേരിൽ അവൾ ആക്രമിക്കപ്പെടുന്നു. ഇപ്പോഴും ആക്രമിക്കുന്നു ആൾക്കാർ പച്ചയ്ക്ക്. അവൾ ഒരു ദിവസം ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുശേഷമുള്ള ഇത്രയും കൊല്ലം അവൾ ആക്രമിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേസമയം ഒരു പെണ്ണ് തനിക്ക് ഒരു അപകടം സംഭവിച്ചു, ആ ജീവിതത്തിൽ നിന്നും തെറ്റുപറ്റി, ഇനി എനിക്ക് ഈ ജീവിതത്തിലേക്ക് മുന്നോട്ട് വരണം എന്നൊന്നും തീരുമാനിക്കാതെ ഓക്കെ ഞാനങ്ങോട്ട് ഇല്ലാതായി കളയാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൾ പതിവ്രതയാണ്, അവൾ കുലസ്ത്രീയാണ്, അവളെപ്പോലെ പിന്നെ നല്ലൊരു ആൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അവളെ അങ്ങോട്ട് കബറിലേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച് എല്ലാവർക്കും അങ്ങോട്ട് ഹാഷ്ടാഗ് ഇട്ട് അവൾക്ക് വേണ്ടി കുറച്ച് സിമ്പതിയും പിന്നെ കുറേ ശവന്തീനികൾക്കുള്ള കുറച്ച് ദിവസത്തിനുള്ള കണ്ടൻറ്റും കൂടിയായി. അങ്ങനെ ഒരു കണ്ടന്റ് ആവണ്ട എന്നൊരു പെണ്ണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളെ ഈ സമൂഹം മോശമാക്കിയിട്ട് മാത്രമേ ചിത്രീകരിക്കുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറേ ആയിട്ട് ഞാൻ ഈ ലേഡീസിനും വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ, കുറച്ച് ഇൻസ്പിറേഷനായിട്ട് മോട്ടിവേഷനായിട്ടൊക്കെ വീഡിയോസ് ഇടുന്ന ഒരാൾ തന്നെയാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തംബ്നെയിൽസ് എൻ്റെ ഫോട്ടോ എൻ്റെ കുട്ടികളുടെ ഒക്കെ ആയിരിക്കും. ടൈറ്റിൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഞാൻ ഈ പറയുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ ശബ്ദത്തിനെ കുറേ പുരുഷന്മാർ പേടിക്കുന്നു എന്നുള്ളത്. കാരണം ഇപ്പം ഞാൻ പേരെടുത്ത് പറയുന്നു, ഒരു ചാനൽ ഡോക്ടർ അനിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങേരാണ് ആദ്യം തുടങ്ങി വെച്ചത്. അങ്ങേർക്ക് ഭയങ്കര പേടി, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട്. അതായത് കുടുംബം കലക്കി താത്ത എന്നാണ് എന്നെ പറയുന്നത്. ഞാൻ ഇത്ര ദിവസം മിണ്ടാതിരുന്നത് എനിക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടല്ല സാറേ, ഇതുപോലെയുള്ള മരണങ്ങൾ ഇനിയും സംഭവിക്കും, അപ്പം എനിക്ക് സംസാരിക്കാനുള്ള ചാൻസ് കിട്ടും എന്നറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. ഈ സമൂഹം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, ഒരു പെണ്ണിനെ ജീവിക്കാൻ അനുവദിക്കാൻ പോകുന്നില്ല. സാറെന്താ വിചാരിച്ചത്? പെണ്ണുങ്ങളെല്ലാം ഈ ആണുങ്ങളെ ഞാൻ ഒരിക്കലും കുറച്ച് കാണുക അല്ലെങ്കിൽ എല്ലാവരും ക്രൂരന്മാരാണെന്നോ പറയുന്ന ഒരു പെണ്ണേ അല്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം എൻ്റെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നതും ആണിൻ്റെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നതും അവരുടെ ക്യാരക്ടറും ഞങ്ങളുടെ ക്യാരക്ടറും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പല ഭാഗങ്ങളിലും ഞങ്ങൾ പെണ്ണുങ്ങൾ താഴ്ന്നു തന്നെ നിൽക്കേണ്ടി വരിക. ആണുങ്ങൾ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയുന്നു,
അതായത് ഫിസിക്കലി അധ്വാനിക്കാനുള്ള കഴിവ് ആണുങ്ങൾക്കാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനും അതുപോലെയുള്ള കുറേ ഹോർമോണൽ ഇൻബാലൻസ് കാര്യങ്ങൾ, ഈസ്ട്രജൻ മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റി എല്ലാ സമയത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ പെണ്ണുങ്ങൾക്ക് സ്ട്രെസ് ഓവർ കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം സ്ട്രെസ് സ്ത്രീകൾക്ക് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം അവളുടെ ക്ഷമ കൈവിട്ടു പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് അവൾ പോകും. പിന്നെ പറഞ്ഞ് മോങ്ങിയിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ ബാധ്യത എന്ന് പറയുന്നത് ആണുങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റൂല. നമ്മൾ സ്വന്തം കാലിൽ പെണ്ണുങ്ങൾ നിൽക്കണം. നിന്നാൽ മാത്രമേ ഇതുപോലെയുള്ള അനീതികളും അക്രമങ്ങളും വരുന്ന സമയത്ത് കുറച്ച് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് ഞാൻ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പെൺകുട്ടികളെ നിങ്ങൾ പഠിക്കൂ, എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നോളേജ് വർദ്ധിപ്പിക്കൂ. കാരണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോളേജും പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് അധ്വാനിക്കാനുള്ള എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ ഈ ഭൂമിയിൽ. പ്രഗ്നൻസി കൺഫേം ആവാൻ പോലും 50 രൂപയുടെ പ്രഗ്നൻസി കിറ്റ് വാങ്ങി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി കിറ്റ് ചിരിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് തരൂല, പൈസ വേണം. നല്ല രീതിക്ക് കുടുംബത്തിനെ നോക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്, അന്തസ്സായിട്ട് എല്ലാം ഞാൻ അംഗീകരിച്ചു. പക്ഷെ എല്ലാവർക്കും അങ്ങനത്തെ ലൈഫാണോ സാറേ കിട്ടിയിട്ടുള്ളത്? ഡോക്ടർ അനിൽ ആണോ? അല്ല സാറേ. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താ, ഇപ്പം എൻ്റെ വീഡിയോ കൊണ്ട് നല്ല രീതിക്ക് ഒരു ഫാമിലി റൺ ചെയ്ത് പോകുന്നിടത്തുനിന്ന് ഒരു പെണ്ണ് പോയിട്ട് എനിക്ക് സോപ്പ് വാങ്ങി തന്നില്ല, ഞാൻ എന്നാൽ ഡിവോഴ്സിന് പോവാണ്, എനിക്ക് ചീർപ്പ് വാങ്ങി തന്നില്ല, എനിക്കിപ്പം തന്നെ ഡിവോഴ്സ് വേണം, എൻ്റെ ബെഡ്ഷീറ്റ് ഒന്നും നീങ്ങിപ്പോയി, എനിക്കിപ്പം തന്നെ ഡിവോഴ്സ് വേണമെന്ന് ഏതെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും പെണ്ണ് പറയോ? പറഞ്ഞ ചരിത്രമുണ്ടോ? പക്ഷെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ കടമകളൊക്കെ നിർവഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കടമകൾ കറക്റ്റായിട്ട് നിർവഹിക്കുന്ന ആണുങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ പൊള്ളൂല, അല്ലാത്തവർക്ക് പൊള്ളും. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഇതിലെവിടെയും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ എൻ്റെ പേഴ്സണൽ കഥകളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരും അതുമായിട്ട് ലിങ്ക് ചെയ്യണ്ട, ഓക്കെ? എന്നിട്ട് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കണ്ട, ഓക്കെ? ഇത് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരുപാട് പേരുടെ ജീവിതം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവരെന്നോട് വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണം, തകർന്നു പോവാണ്, സൂയിസൈഡിന്റെ വക്കിലാണ് ഇതാ നിൽക്കുന്നത്, ഒരു ധൈര്യം തരുമോ, ഞങ്ങളെ കേൾക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല, സ്വന്തം കുടുംബം പോലും ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് 4 നല്ല വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാ ഇത്ര പൊള്ളുന്നത്? ഇവിടെ വീട്ടിലെ പെണ്ണുകൾ ഓടിപ്പോകും. അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിലാണോ ഈ പറയുന്ന ആൾക്കാരൊക്കെ കുടുംബത്തിനെ നോക്കുന്നത്? ആണോ? നല്ലവരായിട്ടുള്ള എൻ്റെ സഹോദരന്മാർ എൻ്റെ വീഡിയോ അംഗീകരിക്കുന്നവർ തന്നെയാണ്. കാരണം അവർക്ക് വ്യക്തമായിട്ടുള്ള ബോധമുണ്ട്, അവരവരുടെ ഫാമിലിനെ അത്രയും നല്ല രീതിയിലാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ കണ്ടാലൊന്നും ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളല്ല. ഞാൻ ആരെടുത്താണ് നിങ്ങൾ ഇറങ്ങിപ്പോ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ അതിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? മരിക്കല്ലേ, ആർക്കും വേണ്ടി മരിക്കല്ലേ. ഖബറിൽ പോയി കിടക്കുന്നത് സുഖമുള്ള കാര്യമല്ല, ശ്വാസം പോലും കിട്ടൂല. അത് ഞാനൊരു കോമഡി ആയിട്ട് പറഞ്ഞ തന്നെയാണ്. മരിക്കല്ലേ, ആർക്കും വേണ്ടി മരിക്കല്ലേ. എൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ജീവിച്ച് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതാണോ തെറ്റ്? നമുക്ക് ഈ കേസിലേക്ക് വരാം, എന്നിട്ട് ബാക്കി. ഓക്കെ? നിങ്ങളെന്താ വിചാരിച്ചത്? എന്നെ ഒരു ഭാഗത്ത് ഒതുക്കി അടിച്ചുകൂട്ടി മൊക്കിലിരുത്താൻ പറ്റുന്നോ? നടക്കില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഇത്ര ദിവസം സൈലൻ്റ് ആയിട്ടിരുന്നത്. എന്നെ ഈ എല്ലാവരോട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മക്കൾ ആ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നീയൊക്കെ എവിടെ പോയി ഒളിക്കുമായിരുന്നു? പിന്നെ ഞാൻ വെറുതെ വിടും തോന്നുന്നുണ്ടാ? എവിടെ ഒളിക്കാൻ പറ്റൂല. ഒരു നേരത്തെ അരി വാങ്ങുന്നതൊക്കെ ഓക്കെ, പക്ഷെ അതൊരാളുടെ ജീവിതം ഇതുപോലെ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുത്തിട്ട് അവർ ഭൂമിയിൽ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ടാവും. ഏക മകളെ അച്ഛൻ കൊന്നു എന്ന് പറയുന്നില്ലേ? ഇവരുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അയാൾ എന്താണ് പറയുക, പ്രവാസിയായിരുന്നു. ഓക്കെ, പ്രവാസികളെ ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ. അതെന്തോ വാക്ക് കേൾക്കുമ്പോൾ എനിക്കൊരു ഇതാണ്.
അയാൾ ശരിക്കും പ്രവാസിയായിരുന്നു, അല്ലാതെ ഒരു വർഷം പോയി നിന്നിട്ട് പിന്നെ അങ്ങനെ തിരിച്ച് വന്ന് കുറേ കൊല്ലം നാട്ടിലിരുന്ന ഒരാളല്ല. ശരിക്കും ഇയാളൊരു പ്രവാസിയായിരുന്നു. അയാൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇവരുടെ ഈ ഭാര്യ ഇവരെ സഹോദരിയുടെ വീട്ടിലാണ് പോയി നിൽക്കുന്നത്. ഡിവോഴ്സായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയത്ത് സ്വത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്, അതായത് വിവാഹശേഷം വാങ്ങിയ സ്വത്ത് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു കാര്യം സംസാരിക്കാനും വേണ്ടിയിട്ട് പേപ്പർ കാര്യങ്ങൾ അങ്ങനെ എന്തോ കൊണ്ടുവന്നതാണ്. വരുന്ന സമയത്ത് ഫുള്ളി പ്ലാൻഡ്, അല്ലാതെ ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് ചെയ്തതൊന്നല്ല. ആയുധം കയ്യിൽ കരുതിയിട്ട് വരാന്ന് വെച്ചാൽ ഇവനൊക്കെ എന്താ ഇവൻ ജന്മം കൊടുത്തു, അത് ഇവൻ സുഖത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പക്ഷെ ആ ഉമ്മ സഹിച്ചത് എന്തൊക്കെയാണ്, എത്ര കൊല്ലം എത്ര മാസം വയറ്റിലിട്ട് കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാതെ, ബാത്റൂമിലേക്ക് 100 പ്രാവശ്യം മൂത്രമൊഴിക്കാൻ പോയിട്ടും മറ്റതും മറിച്ചതും ചുമയ്ക്കുമ്പോഴേക്കും യൂറിൻ ലീക്കായിട്ടും നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് കഴിക്കുന്ന ഭക്ഷണം ഫുള്ളായിട്ട് ഛർദ്ദിച്ച് വിശന്ന് അലിന് കഷ്ടപ്പെട്ട് പ്രസവിച്ച മോള്, ഒരേ ഒരു മോള്. വീട്ടിൽ വന്ന് ഉമ്മാനെ കൊല്ലാനായിട്ട് പോയ സമയത്ത് മോള് തടുത്തതാ, അതിൻ്റെ ജീവൻ പോയി. നോക്കി നിന്നു, നോക്കി നിന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ആ സമയത്ത് പോലും അവന് ഒരു കാരുണ്യോ, കാരുണ്യം എന്നുള്ള വേർഡൊന്നും ഇവിടെ യൂസ് ചെയ്യാനേ പാടില്ല, ഒരിറ്റ് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം അയാൾക്ക് ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരാളെയും ഇയാൾ വെട്ടിയിട്ടുണ്ട്. അയാളും ചികിത്സയിലായിരുന്നു, അയാളൊന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 2 പേര് കൊന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പൊതുവേ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഒരു തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ, നമ്മുടെയല്ല നിങ്ങളുടെയൊക്കെ കഷ്ടപ്പെടുന്നവർ, ഇനി എൻ്റെന്ന് പറഞ്ഞാൽ എന്നെ തിന്നാൻ വരണ്ട, ജീവിതത്തിൽ എന്ത് തന്നെ കഷ്ടപ്പാടുണ്ടെങ്കിലും ആ കഷ്ടപ്പാടൊക്കെ സഹിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്നുള്ളൊരു വിചാരമുണ്ട്. ആരാ പറഞ്ഞത്? ഉള്ള എല്ലാ കൊള്ളരുതായ്മയും സഹിച്ച് ജീവിക്കണം എന്നാലേ സ്വർഗം കിട്ടുള്ളൂ എന്ന് നിങ്ങളെ കൊണ്ട് ആരെങ്കിലും പറഞ്ഞ പറ്റിച്ചതാണ്, നിങ്ങളെ പറഞ്ഞു പറ്റിച്ച് അതിൻ്റെ ഉള്ളിൽ നിർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊന്നുമില്ല. ഇസ്ലാം മതത്തിൻ്റെ പേരിൽ കുറേ എണ്ണം വരും. ഇസ്ലാം എന്നതിൻ്റെ അർത്ഥം അറിയോ? സമാധാനം. എന്നിട്ട് പറയുന്നത് മൊത്തം ക്ഷമിക്ക്, സഹിക്ക്, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്ക്. ഇപ്പം സംഭവിച്ചത് എന്താ ഈ കുട്ടിയുടെ കാര്യത്തിൽ? അവരുടെ അടുത്ത്, ആ ഉമ്മയുടെ അടുത്ത് എത്ര പേര് ഇതുപോലെയൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അവരെന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. എന്തോരം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഒരാൾ ഒരു ലൈഫിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തീരുമാനിക്കുന്നത്. എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത്? സമാധാനം ഇപ്പോൾ അവർക്ക് കിട്ടിയില്ലേ? ആ മോള് സമാധാനമായിട്ടുള്ളൊരു ഇതിലേക്ക് പോയി. 18 വയസ്സുള്ളൂ. റേനക്കുട്ടിയുടെ വയസ്സ്, റേനക്കുട്ടിക്ക് 18 അല്ല 17. ജീവിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുള്ള പെൺകുട്ടി. കണ്ടത് ഫുള്ളും ജീവിതത്തിൽ അടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? എന്നിട്ട് അവസാനം പറ്റി ആ കുട്ടിയും പോയി. അപ്പോൾ ഒരാളുടെ ജീവിതത്തിലേക്ക് കയറിയ അഭിപ്രായം അവർ ചോദിക്കുകയാണെങ്കിൽ പറയും, അല്ലാതെ കയറിയിട്ട് നിങ്ങളായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അഭിപ്രായങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. ഇത്രയും കാലം പാവം ആ സ്ത്രീ പിടിച്ചു നിന്നത് ഈ സമൂഹത്തിനൊക്കെ പേടിച്ചിട്ട് തന്നെയായിരിക്കും. ഇത്രയും കൊല്ലം ആ കുട്ടിക്ക് 18 വയസ്സാവുന്നവർ പോയില്ലേ ആ കുട്ടി. നല്ല സങ്കടം ഉണ്ടോ? ഭയങ്കര സങ്കടമുണ്ട്. അടുത്തൊരു കാര്യം പറയാം. ഈ മാമാപ്പണി ചെയ്യുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ കുറച്ച് പെണ്ണുങ്ങളുണ്ട്. ഈ പറഞ്ഞ ഞാൻ അനുഭവിച്ചു, ഇനി നീ അനുഭവിച്ചിട്ട് അങ്ങോട്ട് ചത്താൽ മതി, അങ്ങനെ ഇപ്പോൾ നീ രക്ഷപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് സഹിക്കണം. പെണ്ണാണെങ്കിൽ അങ്ങനെയാണ്. പെണ്ണിന് അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. പെണ്ണെങ്ങനെയാണ് നമ്മളൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം പെണ്ണുങ്ങളെന്ന് പറയുന്ന സ്ത്രീകൾ. ഇപ്പം ഞാൻ പറയുന്ന സ്ത്രീക്ക് തുല്യമാണ്. കുറച്ച് മുമ്പ് പറഞ്ഞ കോഴിക്കോടിലെ ഒരു പെൺകുട്ടീൻ്റെ കേസ്. ആ പെൺകുട്ടീനെ ഇവൻ കൊന്നിട്ട് ഈ പറഞ്ഞ പോലെ മരിച്ചതിന് ശേഷം 3 പ്രാവശ്യം ലൈംഗികമായിട്ട് അവനെ ഉപയോഗിച്ചു. ആ ഒരു കേസിൽ ഈ ഡെഡ് ബോഡീനെയും, അതായത് ഈ കുട്ടീനെ കാറിൽ കയറ്റി കൊണ്ടുപോകാൻ സഹായിച്ചത് സ്വന്തം ഭാര്യയാണ്. നല്ല രസമല്ലേ കേൾക്കാൻ? ഏതോ ഒരു പെണ്ണിനെ ഇവൻ പീഡിപ്പിക്കുന്നു, കൊല്ലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നു. ഉത്തമയായ ഭാര്യ. നിങ്ങൾ ആ ഭാര്യ പദവിയാണോ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നത്? ഭർത്താവ് എന്ത് കൊള്ളരുതായ്മയും ചെയ്താലും അവൻ്റെ കാൽ കീഴിലാണ് സ്വർഗം. ഏത് വകയിൽ? ബന്ധം മുറിക്കാൻ പറ്റുന്ന ബന്ധമാണ് ഈ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ. ബ്ലഡ് റിലേഷൻ മാത്രം എന്ത് ചെയ്താലും മുറിക്കാൻ പറ്റില്ല.
പക്ഷെ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മുറിക്കാൻ പറ്റുന്ന ബന്ധാക്കിയത്? 2 അറ്റ്മോസ്ഫിയറിൽ വരുന്ന ആൾക്കാർ ജീവിതത്തിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഒത്തുപോകില്ല എന്ന് കാണുമ്പോൾ അവരങ്ങോട്ട് പിരിയാന്നുള്ളത്. അതിൻ്റെ ഇടയിലാണ് കുറേ കുലസ്ത്രീകൾ വന്നിട്ട് ബാക്കിയുള്ള പെണ്ണുങ്ങളെ ഉപദേശിക്കാൻ. ഞാൻ ഇത് പറയാൻ കാരണമുണ്ട്. ഇപ്പോഴും സമൂഹത്തിനെ പേടിച്ചിട്ട് അത്രയ്ക്കും മോശമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് പോകുന്ന സ്ത്രീകൾ എന്നോട് വന്ന് കരയുക. സ്വന്തം ഉമ്മ സമ്മതിക്കുന്നില്ല, സ്വന്തം ആങ്ങളമാർ പ്രശ്നം ഉണ്ടാക്കുന്നു, ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടും അയ്യോ നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് പിടിച്ചു നിർത്തുക. ഇങ്ങനെയൊക്കെയുള്ള ബന്ധത്തിലാണ് ഏറ്റവും അവസാനം ഈ പെൺകുട്ടികൾക്ക് തോന്നുക ഈ പറയുന്ന എല്ലാവരും എനിക്ക് ശിക്ഷിക്കണം, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാവരും എനിക്ക് ശിക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് സ്വന്തം ജീവിതം ഇല്ലാതാക്കുന്നത്. അതേസമയം നിങ്ങൾ ആരെങ്കിലും ചെറിയൊരു സപ്പോർട്ട് കൊടുത്തു നോക്ക്. ഞാൻ എൻ്റെ വീഡിയോയിലൂടെയെങ്കിലും കൊടുക്കട്ടെ. അതിനെ പോലും സമ്മതിക്കാതെ കുറേ അമ്മമാർ കൊടിയും പിടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങും. ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ റീച്ചിന് വേണ്ടിയിട്ട്, ഞാൻ മറ്റേന് വേണ്ടി. പിന്നെ നിങ്ങളൊക്കെ റീച്ചിന് വേണ്ടിയിട്ടല്ലാതെ പിന്നെ നിങ്ങൾ വീഡിയോ ഇടുന്നത് വെറുതെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. വിശ്വസിച്ച് ഭയങ്കര ഈസിയാണ് റിയാക്ഷൻ വീഡിയോസ്. ഇങ്ങനെ വന്നിരുന്നാൽ മതി, വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ മതി. എൻ്റെ പൊന്നോ, ഞാൻ ഓരോ തമ്മനയിലും ടൈറ്റിലും ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നി ഇവർ ബെഡ്റൂമിൽ വല്ലതും വന്ന് ഇരുന്നിട്ട് പറയുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. വെറുതെ അവിടെ പടച്ച് വിടാണ് കാര്യങ്ങൾ. മോളൊരു ദിവസമേ ഓരോന്ന് കണ്ടിട്ടേ ചൈൽഡ് ലൈനിൽ വിളിക്കാൻ നിന്നതായിരുന്നു. കാരണം അവർക്കും കൂടെ ജീവിക്കാൻ അവകാശപ്പെട്ട ഭൂമിയാണിത്. നിങ്ങൾക്ക് അരി വാങ്ങാനും വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ തിന്നാൻ ഊഹങ്ങൾ ചിലവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കും. അപ്പോഴേ ഇനിയുണ്ട് കുറേ കേസുകൾ. ഇപ്പോൾ നിങ്ങൾ ശരിക്കും ഓൺലൈനിൽ ഇതെങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് പേരുടെ ജീവിതങ്ങൾക്ക്. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞില്ല, സംസാരിച്ചില്ല എന്നുള്ളൊരു സംസാരം മേ ബി ഈ ഒരു വീഡിയോയ്ക്ക് വരാം. ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടി ബസ്സിൽ നിന്നും അവൾക്ക് മോശമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ആള് സൂയിസൈഡ് ചെയ്തു. അതിൻ്റെ വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. നമ്മൾ ഒരാളെ തിരുത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫേസ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ റിവീൽ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ആ അപമാനത്തിൻ്റെ പുറത്താണ് അവരുടെ കുടുംബത്തിന് അങ്ങനെ ഒരു മനുഷ്യനെ നഷ്ടപ്പെട്ടു. പക്ഷേ ഇനി അങ്ങോട്ട് നടക്കുന്നത് എന്തായിരിക്കും എന്നറിയാം. ഇതിൻ്റെ പേരിൽ ട്രോൾ മഴയും സ്ത്രീകൾക്ക് എന്തെങ്കിലും ശരിക്കും അനീതി നടന്നു കഴിഞ്ഞാലും ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഈ ശരിക്കുള്ള നരമ്പ് രോഗികൾ ബസ്സിൽ സുഖമായിട്ട് അവിടെ എവിടെയും പിടിക്കലും തോണ്ടലും എല്ലാം ചെയ്യുകയും ചെയ്യും. എനിക്ക് മുമ്പൊരു മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായ സമയത്ത് ഞാൻ ഓൺലൈനിൽ വന്നിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴും സൂക്ഷിച്ചത് എല്ലാം ഞാൻ ബ്ലർ ചെയ്തു. കാരണം അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അവർക്കൊരു കുടുംബമുണ്ട്, അവർക്കൊരു ഉമ്മയുണ്ട്. ആ ഉമ്മ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവരെ നമ്മൾ അതിൻ്റെ പേരിൽ ശിക്ഷിക്കരുത് എന്നുള്ളത്. പക്ഷേ ഇതുപോലെ ചെയ്യാൻ ആർക്കെങ്കിലും ത്വര ഉണ്ടാവുന്ന സമയത്ത് സ്ത്രീ പ്രതികരിക്കും എന്ന് ഒരു തോന്നൽ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്തത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളം കത്തിക്കായിരുന്നു. ഇപ്പോഴും വേണമെങ്കിൽ ഇതിനാരെങ്കിലും ട്രോളും കൊണ്ടുവരും. പക്ഷേ ഓരോ കാര്യങ്ങളിലും ഞാൻ സ്വയം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വേറെ കുറേ കഥകളുണ്ടാവും. എനിക്ക് അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുന്ന സഹതാപം കിട്ടുന്ന കുറേ കഥകൾ. പക്ഷെ അതൊന്നും ഞാൻ പുറത്ത് അറിയാത്തതേ. എനിക്ക് അങ്ങനത്തെ സപ്പോർട്ട് വേണ്ട. നിങ്ങളെന്നെ അഹങ്കാരിയൊന്നോ ആർഭാടക്കാരിയൊന്നോ എന്തോ വേണമെങ്കിൽ വിളിച്ചോ. എൻ്റെ വിശ്വാസം ഈ കൈ പടച്ചോൻ തളർത്തുന്നവരെയും പണിയെടുത്ത് ജീവിക്കും ഞാൻ. അത് സോഷ്യൽ മീഡിയയിൽ നിന്നല്ല, അതിനു മുമ്പും ഞാൻ പണിയെടുത്ത് ജീവിച്ച ആളാണ്. ജനിച്ചതും സോഷ്യൽ മീഡിയ യൂട്യൂബോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ കണ്ടിട്ട് ജനിച്ച് വളർന്ന ഒരാളൊന്നല്ല. ഇതല്ലെങ്കിൽ വേറെ വഴി പഠിച്ചോനറിയില്ലേ വഴി കാണിച്ചു തരാൻ. അപ്പോൾ കുറേ പേര് വരും. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ആ നിയമങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നിന്നെ കൊണ്ട് ആരെങ്കിലും എൻ്റെ ഈമാൻ അളക്കാൻ അതിനുള്ള അവകാശം പടച്ചോൻ എഴുതി തന്നിട്ടുണ്ടോ? എൻ്റെ ഈമാൻ എന്താണ്, ഞാൻ ശരിക്കും സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊക്കെ അതൊക്കെ അവിടെ പോയാലേ അറിയുള്ളൂ. ഇവിടെ തക്വയും പറഞ്ഞിട്ട് ഈമാനും പറഞ്ഞിട്ട് നടക്കുന്ന കുറേ പേരൊക്കെ എന്താ എവിടെ കിടക്കണമെന്നുള്ളത് അവിടെ പോയാലേ അറിയാം. നിങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് വരിക.
എന്തായാലും ഞാൻ ഇപ്പോഴും പറയുന്നു, സ്ത്രീകളോടാണ്, പെൺകുട്ടികളോടാണ്, നേരത്തെ കെട്ടിക്കരുത്. പെൺകുട്ടികൾ ഒരിക്കലും ഒരു ബേസിക് എഡ്യൂക്കേഷനെങ്കിലും കൊടുക്കാതെ നിങ്ങൾ കെട്ടിക്കരുത്. ഇനി ഇതിനെതിരെ ആർക്ക് വീഡിയോ ചെയ്യണം? കുട്ടികളുടെ വിവാഹ ജീവിതത്തിനെ മുടക്കുന്ന താത്ത വ്ളോഗർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം? എന്തായാലും റീച്ചിന് വേണ്ടി നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒന്നുമല്ലെങ്കിലും നിങ്ങളുടെ റീച്ചും എൻ്റെ റീച്ചും ശരിക്കും എടുത്തു നോക്കിയാൽ ആരെ വെച്ചിട്ടാണ് റീച്ച് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ചിലരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ചാനൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർ രക്ഷപ്പെട്ടു, അവരുടെ കുടുംബം രക്ഷപ്പെട്ട്. മറ്റുള്ളവരെ ഇല്ലാത്തത് പറഞ്ഞ് തിന്നിട്ട് നിന്റെ വീട്ടുകാർക്കൊക്കെ ഇതെങ്ങനെ ദഹിക്കുക? കുറേ ദിവസമായിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. നല്ലവരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അതും ഞാൻ പറയുന്നു. പെൺകുട്ടികളെ പഠിപ്പിക്കോ? അതെന്താ ആൺകുട്ടികളെ പഠിപ്പിക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കണം. ഫസ്റ്റ് ഓരോ ലേഡീസിനെയും റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ നിന്നും പഠിപ്പിച്ചു തുടങ്ങണം. എൻ്റെ ചെറിയ കുട്ടികൾ ചിലപ്പോൾ പരസ്പരം തല്ലേ പിടിക്കുക, ചെറുതിനെ കരയിക്കുകയൊക്കെ ചെയ്യും. ഞാൻ എപ്പോഴും എടുത്തു പറയും, പെൺകുട്ടികളെ പ്രത്യേകിച്ചും കരയിപ്പിക്കരുത്. അവരെ നിങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നോക്കണം. നിങ്ങളുടെ അടുത്ത് നിന്നാൽ അവർക്ക് സേഫായിട്ട് ഫീൽ ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് വലുതായി കഴിഞ്ഞാൽ പുറത്തു പോയി കഴിഞ്ഞാലും അതൊരു പെണ്ണാണെന്നും എൻ്റെ അനിയത്തീനെ പോലെയാണെന്നും അല്ലെങ്കിൽ എൻ്റെ ഉമ്മാനെ പോലെയാണെന്നും ഒരു തോന്നലുണ്ടാവുള്ളൂ. ആൺകുട്ടികളെയും പഠിപ്പിക്കണം, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ല സ്വന്തമായിട്ട് അധ്വാനിച്ച് ആരെയും ചൂഷണം ചെയ്യാതെ ജീവിപ്പിക്കാനും വേണ്ടിയിട്ട് പഠിപ്പിക്കുക. പിന്നെ ജീവിതത്തിൽ പെൺകുട്ടികളോടാണ് ഞാൻ ഈ പറയണത്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് ആരെങ്കിലും ഉണ്ടാവും, എൻ്റെ വാപ്പ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ വെല്ലിപ്പ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ആങ്ങളമാരുണ്ടാവും, അതും കഴിഞ്ഞ് ഞാൻ കെട്ടിച്ച് എൻ്റെ മാപ്പിള ഉണ്ടാവും, മാപ്പിള കഴിഞ്ഞാൽ അടുത്തത് എൻ്റെ ആമക്കളുണ്ടാവും എന്ന് വിചാരിച്ച് ജീവിക്കരുത്. നിങ്ങൾക്ക് ഇതൊന്നും ശാശ്വതമല്ല. എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ എന്തും സംഭവിക്കാം. ഞാൻ ഈ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ട്, അത് വ്യക്തമായിട്ട് പറയും. അതെല്ലാം ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ അംഗീകരിക്കാൻ പഠിക്കുക. എന്തിനാണ് ഞാനൊരു പെണ്ണായതുകൊണ്ടും ഞാൻ എൻ്റെ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കൊണ്ടും എന്നെ അടിച്ചമർത്താൻ നോക്കുന്നത്? ഞാൻ നിങ്ങളുടെ ആരുടെയും ഫാമിലിനെ പറ്റിയിട്ട് ഒന്നല്ല പറഞ്ഞത്. ഇതുപോലെ സഫർ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പിന്നെ റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവന്മാരുടെ മെയിൻ പരിപാടി എന്താണെന്നറിയോ? ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ട് മുഴുവനായിട്ട് അറിയാതെ എന്തെങ്കിലും കേട്ടു. മര്യാദയ്ക്ക് എൻ്റെ പേര് പോലും പലർക്കും അറിയില്ല, എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പോലും അറിയില്ല. എന്നിട്ടാണ് ഓരോന്ന് വായിൽ തോന്നുന്ന പോലെ വിളിച്ച് പറയുന്നത്. ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക, അവർ അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അത് പോസിറ്റീവായിട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പറ്റൂല അല്ലേ? വ്യൂസ് കിട്ടൂല, പൈസ കിട്ടൂല, ഡോളർ കയറൂല, ചാനൽ സബ്സ്ക്രൈബേഴ്സ് കയറൂല, ലൈക്ക് കിട്ടൂല അല്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് ചെയ്യും. പക്ഷെ അത് എന്നെ ബാധിക്കുമ്പോൾ, ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, കുറച്ചെങ്കിലും നല്ല കാര്യം പറയുന്നതെന്ന് ഞാൻ മാറി നിൽക്കുമ്പോൾ എന്താ പറയുക, ആരും രക്ഷപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ വീട്ടിലും ഈ പറഞ്ഞ പോലെ സഹോദരികളും അല്ലെങ്കിൽ മക്കളൊക്കെ ഉള്ളതല്ലേ? ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് മോശമാക്കിയിട്ട് പറയാൻ എന്താപ്പുള്ളത്? ഞാൻ മാന്യമായിട്ടല്ല കാര്യങ്ങൾ പറയുന്നത് ചെയ്യുന്നതും. ഞാൻ സോഷ്യൽ മീഡിയയിൽ വ്ളോഗ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. അതിനെന്തിനെങ്ങനെ വലിച്ചു കയറി ബാക്കി ഫുള്ള് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ഫുള്ളും ബാക്കി പറയാം കഥകൾ, ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ. എന്താ പറയുക, കഥ പെണ്ണുങ്ങൾ മോശം എന്നല്ല കേട്ടാ, കുറേ എണ്ണം ഉണ്ട്. ഇത് വൃത്തിയട്ട രീതിയിലാണെന്നറിയോ? ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എഡ്യൂക്കേഷൻ കൊടുക്ക്, നല്ല ജീവിതം നേട്. ജീവിതത്തിൽ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ, ആണുങ്ങളെ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളോടാ പറയുന്നത്, എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ സഹോദരന്മാരോ അല്ലെങ്കിൽ വാപ്പയോ ആരും ഉണ്ടായിക്കൊള്ളുന്നില്ല. മരണമില്ലേ? ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ മരണം. പെട്ടെന്ന് വാപ്പ മരിച്ച എന്ത് ചെയ്യും? ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. എൻ്റെ വാപ്പ മരിച്ചിട്ട് എനിക്ക് സപ്പോർട്ടിന് ആരും ഇല്ലാതെ ഒരുപാട് ഞാൻ മാനസികമായിട്ട് ആളൊന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാത്ത നിമിഷമല്ല. എന്തുകൊണ്ടാണ്? ഫുള്ളി ഒരാണിൽ ഞാൻ പ്രതീക്ഷ അർപ്പിച്ചു എൻ്റെ വാപ്പാനോട്. ആള് പോയി, ആൾക്ക് പോകാനുള്ള സമയം വന്നു, ആള് പോയി. എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാതിരിക്കാൻ പറ്റുമോ? അതന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് എന്തെങ്കിലും ഒന്ന് ആക്കടോ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും ഇവർ തുടച്ചു മാറ്റും. എന്നിട്ട് ഇവർ ഭയങ്കര സഹതാപമൊക്കെ വെറുതെ കാണിക്കും.
വിത്തിൻ 1 hour നിങ്ങളുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്കടക്കം നിങ്ങളുടെ മരണത്തിന് ശേഷം അവരുടെ ലൈഫ് നോർമലാവും. ഒന്നും ഈ ഭൂമിയിൽ തടസ്സപ്പെടാനായിട്ട് പോകുന്നില്ല നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാൽ. അത് വിശ്വസിച്ചിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ജീവിതം തീർക്കണം എന്ന് തോന്നുന്ന നിമിഷം എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്ക്, എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്ക്. സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ ആ ഒരു സമയം ഒന്ന് കഴിച്ചു വിട്. പക്ഷെ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ഭയങ്കര ഒരു എനർജി വരും. ആ നിമിഷത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരാണ് ശരിക്കും അങ്ങനെ പോയി പോകുന്നത്. കുഴപ്പമില്ല, എല്ലാം നോർമലാവും പിന്നീട്. ആ ഒരു സമയം നിങ്ങളൊന്ന് പിടിച്ചു നിന്നാൽ മതി. പിന്നെ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ പ്രതീക്ഷിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട്? സ്വന്തം കൈയും കാലും ഇല്ലേ? ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഫിനാൻഷ്യലി സഹായിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഓടി നടന്നപ്പോൾ ഏകദേശം ചത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കും വേണ്ടി ഞാൻ സമ്പാദിച്ച് എങ്ങനെയാണ് ഞാൻ തരിക? എടോ, നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ മക്കളൊക്കെ ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉണ്ടെങ്കിലും ആ മക്കളെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും നിങ്ങളില്ലാതായി ആ കുട്ടികളെ അനാഥയാക്കുന്നതിനേക്കാളും നല്ലത് ഒരു 4-5 മണിക്കൂർ ഏതെങ്കിലും ഡേ കെയർ സെൻറ്ററിൽ കൊണ്ടാക്കിയിട്ട് ബാക്കിയുള്ള സമയം അവർക്ക് വേണ്ടിയിട്ട് പണിയെടുത്തിട്ട് ആ പൈസ കൊണ്ടുവന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരെ വളർത്ത്. എനിക്ക് ചെറിയ കുട്ടികളാണ്, എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് സാമ്പത്തിക സഹായമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ എല്ലാവരെയും എപ്പോഴും സഹായിക്കാൻ പറ്റില്ലടോ. നമുക്ക് കൈയും കാലൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നല്ല രീതിയിൽ നമ്മളെ മാത്രം വിശ്വസിച്ച് ഈ ഭൂമിയിലേക്ക് അവരുടെ അനുവാദമില്ലാതെ നമ്മൾ ജനിപ്പിച്ച മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക തന്നെ വേണം. ഓക്കെ.